എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഉത്തർപ്രദേശിലെ ചരിത്രവും വിശ്വാസവും നിറഞ്ഞ പുണ്യനഗരമായ അയോധ്യയിലേക്കാണ്. ശ്രീരാമന്റെ ജന്മഭൂമിയായി വിശ്വസിക്കപ്പെടുന്ന അയോധ്യ സരയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരമാണ്. രാമായണവുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും ഇവിടെ കാണാൻ കഴിയും. രാം മന്ദിർ അഥവാ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം, ഹനുമാൻഗഡി, വിവാഹശേഷം ശ്രീരാമനുമൊത്ത് സീതാദേവി താമസിച്ച കനകഭവൻ, അയോധ്യ എയർപോർട്ട് എന്നിവയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ അയോധ്യയുടെ റോഡുകളിലൂടെ യാത്ര ചെയ്യുകയാണ്. അയോധ്യയിലെത്തിയാൽ ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുന്നത് നഗരത്തിന്റെ പ്രത്യേകമായ അന്തരീക്ഷമാണ്. വഴിയരികിലെ ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും കടകളും ഭക്തരായി എത്തുന്ന ആളുകളും എല്ലാം ചേർന്ന് അയോധ്യയ്ക്ക് അതിൻ്റെതായ ഒരു ഭാവം നൽകുന്നു. ഇന്ന് അയോധ്യയിൽ ഏറ്റവും പ്രധാനമായി സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പ്രധാന ഗർഭഗൃഹത്തിൽ ബാലരൂപത്തിലുള്ള ശ്രീരാംലല്ലയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. യാത്രക്കിടെ വഴിയിൽ കാണുന്ന ഈ മനോഹരമായ കെട്ടിടം മഹർഷി മഹേഷ് യോഗി രാമായൺ വിശ്വവിദ്യാലയമാണ്. രാമായണത്തെയും വേദപാരമ്പര്യത്തെയും ആധുനിക വിദ്യാഭ്യാസത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പഠനത്തിനായി പ്രവർത്തിക്കുന്ന സർവകലാശാലയാണിത്. കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് തന്നെ ശ്രീരാമന്റെ വലിയ പ്രതിമയും കാണാം. അയോധ്യയിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിലാണ് നമുക്ക് സരയൂ നദിയുടെ മനോഹരമായ കാഴ്ച കാണാൻ കഴിയുന്നത്. അയോധ്യയുടെ ചരിത്രത്തോടും വിശ്വാസങ്ങളോടും വളരെ അടുത്ത ബന്ധമുള്ള നദിയാണ് സരയൂ. ഇതിലെ യാത്ര ചെയ്യുമ്പോൾ തന്നെ അയോധ്യയുടെ ഒരു പ്രത്യേകമായ അന്തരീക്ഷം അനുഭവപ്പെടുന്നുണ്ട്. റോഡിന്റെ ഇരുവശത്തും കാണുന്ന കെട്ടിടങ്ങളും കടകളും ക്ഷേത്രങ്ങളുമൊക്കെ അയോധ്യയുടെ പ്രത്യേകത കാണിച്ചു തരുന്നുണ്ട്. പുതിയ സൗകര്യങ്ങളോടൊപ്പം പഴയ നഗരത്തിന്റെ ഒരു പ്രത്യേക ഭാവവും ഇവിടെ കാണാം. അയോധ്യ നഗരത്തിനുള്ളിലും പ്രധാന റോഡുകളിലും സഞ്ചരിക്കാൻ നൂറുകണക്കിന് ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ഡീസൽ ബസ്സുകളും മറ്റു വാഹനങ്ങളും സാധാരണ പോലെ സർവീസ് നടത്തുന്നു. വലിയ വാഹനങ്ങളിൽ ക്ഷേത്രത്തിനടുത്തേക്ക് പോകാൻ സാധിക്കില്ല. ആയതിനാൽ ഞങ്ങൾ ഇലക്ട്രിക് ബസ്സിൽ കയറി. റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നഗരത്തിന്റെ തിക്കും തിരക്കും തീർത്ഥാടകരുടെ സാന്നിധ്യവും കൂടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അയോധ്യയിലെ ഓരോ വഴിയിലൂടെയും സഞ്ചരിക്കുമ്പോഴും
ഇവിടെ എത്രത്തോളം വിശ്വാസവും ചരിത്രവും ചേർന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഫോൺ, ബാഗ് തുടങ്ങിയ സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ അവിടെ തന്നെയുള്ള ലോക്കർ സൗകര്യത്തിൽ ഞങ്ങളുടെ സാധനങ്ങൾ ഏൽപ്പിച്ചു. ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ ബാലരൂപത്തിലുള്ള ശ്രീരാമനായ രാംലല്ലയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ 2024 ജനുവരി 22 നടന്നത്. ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടമായ സിംഹദ്വാരം വഴി അകത്തേക്ക് പോകുമ്പോൾ 32 പടികൾ കയറിയാണ് രാംലല്ലയുടെ ഗർഭഗൃഹത്തിലെത്തുന്നത്. അവിടെയാണ് ബാലരൂപത്തിലുള്ള ശ്രീരാംലല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നേരിട്ട് അവിടെ എത്തി രാംലല്ലയുടെ ദർശനം നടത്താൻ കഴിഞ്ഞത് ഞങ്ങളുടെ അയോധ്യ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവമായിരുന്നു. ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും അയോധ്യയുടെ വഴികളിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടത്തെ തിരക്കും കടകളും വഴിയരികിലെ കാഴ്ചകളുമൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്.
ക്ഷേത്ര ദർശനത്തോടൊപ്പം തന്നെ ഈ വഴികളിലൂടെ നടക്കുന്നതും അയോധ്യ യാത്രയുടെ ഒരു ഭാഗം തന്നെയാണ്. അങ്ങനെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ അടുത്ത പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് യാത്ര തുടർന്നു, ഹനുമാൻഗഡിയിലേക്ക്. ഇതാണ് അയോധ്യയിലെ പ്രശസ്തമായ ഹനുമാൻഗഡി. അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഹനുമാൻഗഡി സ്ഥിതി ചെയ്യുന്നത്. ഹനുമാൻഗഡിയിലെ പ്രധാന ക്ഷേത്രത്തിലേക്ക് എത്താൻ 76 പടികളിലാണ് കയറേണ്ടത്. ഈ പടികൾ കയറി മുകളിലെത്തുമ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ ദർശനത്തിനായി നിരവധി ഭക്തർ ഇവിടെ എത്തുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രവേശനവും പടികളും ചുറ്റുമുള്ള തിരക്കുമെല്ലാം ചേർന്നപ്പോൾ വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ അനുഭവപ്പെട്ടത്. അയോധ്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പലതും പരസ്പരം അടുത്തായതിനാൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോഴും വഴിയരികിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും. ഇനി ഞങ്ങൾ പോകുന്നത് മറ്റൊരു മനോഹരമായ സ്ഥലത്തേക്കാണ്. ഇതാണ് കനകഭവൻ. അയോധ്യയിലെ പ്രധാനപ്പെട്ട ചരിത്ര ആത്മീയ സ്ഥലങ്ങളിലൊന്നാണ് കനകഭവൻ. അയോധ്യ ജില്ലാ ഭരണകൂടത്തിന്റെ വിവരമനുസരിച്ച് ഇത് രാമജന്മഭൂമി പ്രദേശത്തിന്റെ വടക്ക് കിഴക്കു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിശ്വാസപ്രകാരം ശ്രീരാമനുമായുള്ള വിവാഹത്തിന് ശേഷം സീതാദേവിക്ക് കൈകേയി സമ്മാനിച്ച ഭവനമായാണ് കനകഭവനെ ബന്ധപ്പെടുത്തി പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ ക്ഷേത്രത്തിന്റെ മനോഹരമായ രൂപവും അകത്തെ വിശാലമായ മുറ്റവും ശ്രദ്ധിക്കാം. ശ്രീരാമന്റെയും സീതാദേവിയുടെയും വിഗ്രഹങ്ങളാണ് ഇവിടുത്തെ പ്രധാന ദർശനങ്ങളിൽ ഉള്ളത്. ഞങ്ങൾ ഇവിടെ കുറച്ച് സമയം ചെലവഴിച്ച് ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കണ്ടു. യാത്രക്കിടയിൽ ഒരു ചായ കുടിക്കാനായി ഞങ്ങൾ കുറച്ച് സമയം നിർത്തി. ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും ചായ നൽകുന്നത് ഈ ചെറിയ മൺകപ്പിലാണ്. ഇതിനെ കുള്ളർ എന്നാണ് പറയുന്നത്. കളിമണ്ണിൽ ഉണ്ടാക്കി ചൂളയിൽ ചുട്ടെടുക്കുന്ന ഈ പരമ്പരാഗത കപ്പുകൾ സാധാരണയായി ഒരു തവണ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വരുമ്പോൾ കണ്ട അതേ വഴികളിലൂടെ വീണ്ടും യാത്ര ചെയ്യുമ്പോൾ രാവിലെ കണ്ട കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായ ചില കാഴ്ചകളും കാണാൻ കഴിഞ്ഞു. അയോധ്യയിലെ യാത്രയിൽ സരയൂ നദിയും ക്ഷേത്രങ്ങളും വഴികളും ഭക്തജനങ്ങളുടെ തിരക്കും എല്ലാം ചേർന്ന ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഒരുപാട് ഓർമ്മകളുമായാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുന്നത്. അയോധ്യയിലെ യാത്ര കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങൾ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ അയോധ്യ എയർപോർട്ടിലെത്തി.
ഇതോടെ ഞങ്ങളുടെ അയോധ്യ യാത്രയ്ക്ക് ഒരു മനോഹരമായ അവസാനമാവുകയാണ്. സരയൂ നദിയുടെ കാഴ്ച മുതൽ ആരംഭിച്ച് അയോധ്യയുടെ റോഡുകളിലൂടെ സഞ്ചരിച്ച് ക്ഷേത്ര ദർശനവും ഹനുമാൻഗഡിയും കനകഭവനും കണ്ട ശേഷം ഇപ്പോൾ എയർപോർട്ടിലെത്തിയിരിക്കുന്നു. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു.